ആവശ്യത്തിന് കരാമേൽ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ ഈ ഡൈനോസർ പാർക്കിൽ, അതായത് ഗാർഡൻ ഗ്ലോയിലൊന്ന് കയറാന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് റിസപ്ഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ചാർജ് ഒക്കെ കൂട്ടിയിട്ടുണ്ടത്. നമ്മളൊരു 6 ഇയേഴ്സ് ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അന്നേരം പക്ഷേ നിച്ചു ഉണ്ടായിരുന്നില്ല, ഞാൻ വിചാരിച്ചു മാത്രമാണ് വന്നിരുന്നത്. ആ സമയത്ത് ഒരു 60 സംതിങ് എന്തോ ആയിരുന്നു, 60 ദിർഹംസോ 63 ദിർഹംസോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. പക്ഷേ ഇപ്പം അതിൻ്റെ ഡബിളല്ല, അതിനേക്കാളും കൂടുതലായിട്ടുണ്ട് കേട്ടോ. 130 ദിർഹംസ് പെർ ഹെഡാണ് കേട്ടോ ഇത്തവണ ചാർജ് ചെയ്തത്. അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഡൈനോസർ പാർക്കിലേക്ക് കയറുന്നത് അത് 6 ഇയേഴ്സ് ബാക്ക് ഞാൻ എന്താണോ കണ്ടത് സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നിച്ചു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഡൈനോസേഴ്സിന് അവന് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ കുറച്ചൊരു എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഒരു 3 ഐറ്റംസ് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റേറ്റ് കൂടുതലെന്നാണ് പറയുന്നത്. അതിലായത് സംഭവം വന്നിട്ട് ഈ കാണുന്ന ഒരു ഫാന്റസി പാർക്കാണ്. ഈ കാണുന്ന അത്രയും തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ കുറേ അധികം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളും ഇതുപോലെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള കുറേ വാക്ക് വേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഫോട്ടോ എടുക്കാന്നുള്ള പർപ്പസിലാണ് പോകുന്നതെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ ലൈറ്റ് ഒക്കെ നിറഞ്ഞ ആ ഒരു വാക്ക് വേ കൂടെ ഒക്കെ നമ്മൾ കുറച്ചധികം നടന്ന് ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു ആർട്ട് പാർക്ക് കാണും. ഇത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അവിടെ കയറി നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കുറച്ചധികം നടക്കും, വെതർ നല്ലതായതുകൊണ്ട് നല്ലതായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വാക്ക് വേസ് കുറേ ഉണ്ട്. കുറേ നടക്കാനുള്ളതുകൊണ്ട് തന്നെ നിച്ചുവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാൻ മടിയായിട്ട് പിന്നെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നു. സ്ട്രോളർ എടുക്കാൻ നമ്മൾ മറന്നു, കാറിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ഡൈനോസർ ഷോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. നിച്ചു ഒട്ടും പേടില്ല തന്നെ നിന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ കടിക്കാൻ വന്ന പോലെയൊക്കെ വന്നായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി കുറച്ച് ഫണ്ണായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാജിക് പാർക്കിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 3 സംഭവം റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും പോപ്പുലറും ഭയങ്കര റിവ്യൂ ആയിട്ട് കണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു മാജിക് പാർക്കാണ്. ഇതൊരു ആക്ച്വലി ഒരു ഇല്യൂഷൻ ആണ് സംഭവം. അതുപോലുള്ള ഇല്യൂഷൻ പാർക്കിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കാണാനുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഫണ്ണായിരുന്നു കേട്ടോ. നിച്ച് നല്ലോണം എൻജോയ് ചെയ്തു. നിച്ച് മാത്രമല്ല, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ളത് ഒന്നും എനിക്ക് അകത്ത് കാണാൻ കഴിഞ്ഞില്ല. ഈ ഒരു പ്രൈസിൽ ഗാർഡൻ ഗ്ലോ വിസിറ്റ് ഞാൻ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ഫൈനലി നമ്മളൊരു കോണ്ടോ കൂടി വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു കാര്യം, അവിടുത്തെ ഫുഡ് ഐറ്റംസ് നല്ല എക്സ്പെൻസീവ് ആണ്.